അങ്ങനെ കളക്ടീവ് കോൺഷ്യസ്നസ് കൃത്യമായി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പി കെ സിയുടെയും ബി ശശിയുടെയും കാര്യം ഉന്നയിച്ചുകൊണ്ട് മുകേഷിന്റെ കാര്യം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ വിളിച്ചുകൊണ്ട് കാര്യം നിങ്ങൾ രേഖാമൂലം പരാതി കിട്ടിയപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പുറത്താക്കിയവരാണ്. നിങ്ങൾക്ക് വിരൽ ചൂണ്ടാം. നിങ്ങൾക്ക് പി ടി മുഹമ്മദിന്റെ കാര്യം എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ച് ചോദിക്കാം. അത് ശക്തമായി ധാർമ്മികമായി ചോദിക്കണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈ പറയുന്ന നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞ ആ കോൺസെൻസസ് ഉണ്ടാവണം, സമവായം ഉണ്ടാകണം. നിങ്ങളുടെ നേതാക്കൾ ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾക്കകത്തെ പ്രശ്നത്തിൽ സംസാരിക്കണം. ആദ്യം അതിൽ പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണ്ട വിരൽ ചൂണ്ടാൻ. ശ്രീ വസന്ത്. അല്ല, അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഡോക്ടർ പി കെ ഗോപൻ അദ്ദേഹം ഞാൻ ആഭ്യന്തര ലംബടൻ എന്ന് വിളിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തെ മുഴുവൻ ശ്രീലംബടന്മാർ എന്ന് വിളിച്ചതിനെ ഓൺ ചെയ്ത ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ ആഭ്യന്തര ലംബടൻ എന്ന് വിളിച്ചത് എന്തോ വലിയ മഹാപരാധമായി പോയി എന്ന കണക്കിന് അദ്ദേഹം പറയുന്നത്. നോക്കൂ പ്രിയപ്പെട്ട ശ്രീ ഗോപൻ, നിങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹം നാളെ ഈ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ശ്രീലംബടന്മാരുടെയും ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ചാൽ അതിന്റെ ഇനാഗുറേഷൻ, അതിന്റെ ഉദ്ഘാടകനായി നിങ്ങളുടെ മുൻ മന്ത്രി കടകംപള്ളിയെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. അതിന്റെ മുഖ്യപ്രഭാഷകനായി എം മുകേഷ് MLA വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട്. അതിന്റെ വിഷയാവതരണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുണ്ട്, ആശംസ പറയാൻ പി കെ ശശിയുണ്ട്. തുടങ്ങി ഈ ശ്രീലംബടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം കൂടിയാൽ അതിൽ പങ്കെടുക്കാനുള്ള ഏതാണ്ട് 90% പേർക്കും AKG സെന്ററിൽ നിന്ന് ഒരു ബസ്സോ ട്രെയിനോ പിടിച്ച് ആ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്താൻ പറ്റുന്ന കണക്കിന് 90-95% പേരും നിങ്ങളുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് അത് മുഴുവൻ ഞങ്ങളുടെ മേലാണ് എന്ന് ചാപ്പ കുത്താൻ അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ ചാപ്പ കുത്തിന് അതേ രീതിയിൽ ആ ഫീലുള്ള വാക്ക് പറയുമ്പോൾ നമ്മളെ കുട്ടികളും ജെൻസി കുട്ടികളും പ്ലസ് ടുക്കാരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ പറയണേ ഈ ആ വാക്ക്. അല്ല, ഹാഷ്മി, ഞാൻ പറഞ്ഞത് 95% വിരലുകളും അങ്ങോട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് 5% ഓൺ ചെയ്യാൻ ഞാനില്ല, കോൺഗ്രസ് പാർട്ടിയും ഇല്ല കേട്ടോ. ഞങ്ങൾ ഈ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേക്കും അറിയാം, ഇതൊരു കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല. സ്വാഭാവികമായും ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പല നേതാക്കളും പല കാലഘട്ടങ്ങളിലും പല വിഷയങ്ങളിലും പറയാറുണ്ട്. പക്ഷേ മുമ്പൊരിക്കലും ഇല്ലാത്തതുപോലെ കോൺഗ്രസിൽ അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തപ്പെടുന്നുണ്ട് എന്നത് പ്രതീക്ഷാഭംഗമാണ്. അത് വളരെ കൃത്യമായി പാർട്ടി ഇടപെടൽ ചെയ്യുന്നുണ്ട് എന്നത് നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ, പി കെ ശ്രീമതി എന്ന് പറയുന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, രാഷ്ട്രീയക്കാരിയല്ല, സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ മുകേഷ് രാജിവെക്കേണ്ടതേ ഇല്ല, ആ പരാതിയിൽ ക്രൂക്കഡ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല. വർഷം 1.5 കഴിയുന്നു കേട്ടോ. പി കെ ശ്രീമതി എന്ന് പറയുന്നത് ഇവരുടെ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗം, ആ കേന്ദ്ര കമ്മിറ്റിയിലെ അംഗം തൂക്കുകെട്ടയുമായി ഇറങ്ങി പുറപ്പെട്ടത് തെറ്റായി പോയെന്ന് ഇവരുടെ പാർട്ടി ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പി കെ ശശിയുമായി ബന്ധപ്പെട്ടാണത്. ഇനി പി ശശിയുടെ കാര്യത്തിൽ